രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിത രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആശ്വാസം നേടാം, ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ദൈവമായ കർത്താവേ, തിരുവചനം ശ്രവിക്കാനായി കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ എല്ലാ പാപങ്ങളും കടങ്ങളും എല്ലാം അവിടുന്ന് കഴുകിക്കളയണമേ. നിർമ്മലരായി ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കത്തോലിക്ക തിരുസഭയിൽ ഇന്ന് നിലവിലുള്ള കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പരിചിന്തനം ചെയ്യുന്നത്. ഉത്ഥിതനായ യേശുവിൻ്റെ സമ്മാനമാണ് കുമ്പസാരം എന്ന കൂദാശ. കൺഫെഷൻ ഈസ് ദ ഈസ്റ്റർ ഗിഫ്റ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിക്കൊണ്ട് പാപം മോചിക്കുവാനുള്ള അധികാരം നൽകി. ശത്രുവായി പിശാചിനെ കൊല്ലുവാനുള്ള കൂദാശയാണിത്. പിശാചിന്റെ ചങ്ക് പിളർത്തി നമ്മെ സ്വതന്ത്രരാക്കുന്ന കൂദാശയാണ് കുമ്പസാരം എന്ന കൂദാശ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-23 തിരുവചനത്തിൽ കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നുണ്ട്. യേശു ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ഉത്ഥിതനായ യേശു ശിഷ്യന്മാർക്ക് കാണപ്പെട്ടതിന് ശേഷം അവരോട് അരുളി ചെയ്യുകയായിരുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. യേശു അപ്പസ്തോലന്മാർക്ക് നൽകിയ അധികാരം, പാപം മോചിക്കുവാനുള്ള അധികാരം ഇന്നും സഭയിൽ അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരിലൂടെയും അവരുടെ പ്രതിനിധികളായ വൈദികരിലൂടെയും സഭയിൽ തുടരുകയാണ്. പൗലോസ്ലീഹ
കൊറിന്ത്യർക്കെതിരെ 1-ാം ലേഖനം 5-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ്. അപ്പസ്തോലന്മാർ പറയുന്നു, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ്. ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളായി നിന്നുകൊണ്ട് ഇന്നും പാപം മോചിക്കുവാനുള്ള അധികാരം കർത്താവ് തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്നു. വൈദികരിലൂടെ ഇന്നും അത് തുടർന്നുകൊണ്ട് പോകുന്നു. പാപം കൃപയായി മാറുന്ന അവസരമാണ് കുമ്പസാരം എന്ന കൂദാശ. കാർഡിനൽ ന്യൂമാൻ പറയുന്നുണ്ട്, കത്തോലിക്ക സഭയിലെ വലിയ അത്ഭുതമാണ് ഈ കൂദാശ. വസ്ത്രത്തിൽ അഴുക്ക് പറ്റിയാൽ നാം കഴുകും. ആത്മാവിലെ അഴുക്ക് കഴുകിക്കളയുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആനുകൂല്യമാണ് കുമ്പസാരം എന്ന കൂദാശ. സംഖ്യയുടെ പുസ്തകം 5-ാം അധ്യായം 5-6 തിരുവചനത്തിലൂടെ ദൈവമായി കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ഒരു പുരുഷനോ സ്ത്രീയോ മനുഷ്യ സഹജമായി എന്തെങ്കിലും തെറ്റ് ചെയ്ത് കർത്താവിനോടുള്ള വിശ്വസ്തത ലംഘിച്ചാൽ തങ്ങളുടെ തെറ്റ് ഏറ്റുപറയണം. സംഖ്യയുടെ പുസ്തകം 5-ാം അധ്യായം 5-6 തിരുവചനം. ഒരു പുരുഷനോ സ്ത്രീയോ മനുഷ്യ സഹജമായി എന്തെങ്കിലും തെറ്റ് ചെയ്ത് കർത്താവിനുള്ള വിശ്വസ്തത ലംഘിച്ചാൽ തൻ്റെ തെറ്റ് ഏറ്റുപറയണമെന്ന് കർത്താവ് മോശയോട് അരുളിച്ചെന്ന് നാം വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 26 ഭാഗത്ത് ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന കാര്യം നാം വായിക്കുന്നു. ജനബാഹുല്യ നിമിത്തം ഓടിളക്കി കിടക്കിയോടെ യേശുവിൻ്റെ മുൻപിൽ തളർവാദ രോഗിയെ കിടത്തുന്നു. അവിടെ വിശ്വാസം കണ്ട് യേശു അരുളിച്ചെയ്തു, മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ കൂടിയിരുന്ന നിയമജ്ഞരും ഫരിസേയരും പിറുപിറുത്തു തുടങ്ങി, ഈ പാപങ്ങൾ ക്ഷമിക്കാൻ ഇവൻ ആരാണ്? ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ ക്ഷമിക്കുവാൻ കഴിയുക? അവരുടെ ഹൃദയവിചാരം മനസ്സിലാക്കി യേശു അരുളിച്ചെയ്തു, ഏതാണ് എളുപ്പം, പാപങ്ങൾ ക്ഷമിക്കുന്നതോ രോഗം സുഖമാക്കുന്നതോ? വീണ്ടും യേശു അരുളിച്ചെയ്തു, ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് അറിയേണ്ടതിന് നീ നിന്റെ കിടക്കയും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകുക. യേശു തളർവാദ രോഗിയോട് കൽപ്പിച്ചു, ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് അറിയേണ്ടതിന് നീ നിന്റെ കിടക്കയും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകുക എന്ന് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു. ആ തളർവാദ രോഗി വലിയ സന്തോഷത്തോടെ കിടക്കയുമെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. ഇന്നും ഈ പാപമോചന അധികാരം സഭയിൽ കുമ്പസാരം എന്ന കൂദാശയിലൂടെ തുടർന്നു കൊണ്ടുപോവുകയാണ്. നമ്മുടെയൊക്കെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചില അവസരങ്ങളിലെല്ലാം പാപമോചനത്തോടൊപ്പം തന്നെ രോഗശാന്തിയും ലഭിച്ചതായ വിവരങ്ങൾ കാണുവാനും കേൾക്കുവാനും ഇടയായിട്ടുണ്ട്. ഒരിക്കൽ ഒരപ്പച്ചൻ ധ്യാനിക്കുവാനായിട്ട് വന്നു. കുമ്പസാരിക്കാനായിട്ട് ഒരു വൈദികന്റെ മുൻപിൽ മുട്ടുകുത്തി. കുമ്പസാരത്തിൻ്റെ ദിവസം ഇദ്ദേഹം കുമ്പസാരിക്കാനായിട്ട് വൈദികന്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ 2 കാലിലും നിറയെ ആണിരോഗമുണ്ടായിരുന്നു.
ഇദ്ദേഹം പറയുകയായിരുന്നു, കുമ്പസാരത്തിന് ശേഷം ആണിരോഗം എവിടെ പോയി ഞാൻ കണ്ടില്ല, എപ്പോഴാ ഇത് സുഖമായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുമ്പസാരം കഴിഞ്ഞു, എനിക്ക് സൗഖ്യം ലഭിച്ചു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വർഷങ്ങളായി കിഡ്നിക്ക് അസുഖമുണ്ടായിരുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന് യൂറിനോടുകൂടി ബ്ലഡ് പോകുമായിരുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പല പ്രാവശ്യം ഇദ്ദേഹം ഹോസ്പിറ്റലിൽ കിടന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ ഇദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്ത ആ ദിവസം കത്തോലിക്കയുടെ ഒരു ഹോസ്പിറ്റലായിരുന്നു. സ്പിരിച്വൽ ആനിമേഷന് ചാർജുള്ള ഒരു സഹോദരൻ വന്ന് ചോദിച്ചു, ഈ രോഗികളായിട്ട് വന്നിരിക്കുന്നവരിൽ കുമ്പസാരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇന്ന് അതിനുള്ള സൗകര്യമുണ്ട് എന്ന്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് കുമ്പസാരിക്കാൻ താല്പര്യമുണ്ട് എന്ന്. അങ്ങനെ ഈ കിഡ്നി രോഗിയായ സഹോദരൻ അന്ന് കുമ്പസാരിച്ചു. കുമ്പസാരത്തോടുകൂടി ഇദ്ദേഹത്തിൻ്റെ രോഗവും സൗഖ്യപ്പെട്ടു. യൂറിനിലൂടെ ബ്ലഡ് പോകുന്ന അസുഖം കുമ്പസാരത്തിന് ശേഷം അപ്രത്യക്ഷമായെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നമുക്കറിയാം, ധ്യാന സെന്ററുകളിലെ ധ്യാനമൊക്കെ നടക്കുമ്പോൾ രോഗശാന്തികൾ അധികവും നടക്കുന്നത് കുമ്പസാരത്തിന് ശേഷമാണ്. ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് അറിയേണ്ടതിന് നീ നിന്റെ കട്ടിലും എടുത്തുകൊണ്ട് നീ നിന്റെ കിടക്കയും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകുക എന്ന് അരുളി ചെയ്ത അതേ ഈശോ തന്നെ ഇന്നും പാപമോചനം കുമ്പസാരം എന്ന കൂദാശയിലൂടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ, വിശുദ്ധ മത്തായി സുവിശേഷം 16-ാം അധ്യായം 13 വല്ല ഭാഗത്ത് നാം ഒരു സംഭവം വായിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി സുവിശേഷം 16-ാം അധ്യായം 13 മുതലുള്ള ഭാഗത്ത് യേശു കേസറിയ ഫിലിപ്പേ സ്ഥലത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് മനുഷ്യർ എന്നെ കുറിച്ച് പറയുന്നത്? ശിഷ്യന്മാർ പറഞ്ഞു, സ്നാപകയോഹന്നാൻ എന്നും ഏലിയ എന്നും ജെറമ്യ എന്നും പ്രവാചകരില് ചിലർ ഉയർത്തെഴുന്നേറ്റ് എന്നൊക്കെ അങ്ങയെപ്പറ്റി ആളുകൾ പറയുന്നുവെന്ന്. യേശു ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് ഉടനടി ഉത്തരം പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാകുന്നു. പത്രോസ് ഉത്തരം പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാകുന്നു. യേശു പറഞ്ഞു, യോനായുടെ പുത്രനായ ശെമിയോനെ, നീ ഭാഗ്യവാനാണ്. മാംസരക്തങ്ങളല്ല, എന്റെ സ്വർഗസ്വനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. മാംസരക്തങ്ങളല്ല, എന്റെ സ്വർഗസ്വനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയെന്ന് യേശു പത്രോസിനോട് പറഞ്ഞു. യേശു തുടർന്ന് പത്രോസിനോട് പറഞ്ഞു, നീ പാറയാണ്, നീ പാറയാണ്, ഈ പാറമേൽ എന്റെ പള്ളി ഞാൻ പണിയും. നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കുമെന്ന് അവിടുന്ന് പറഞ്ഞു. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ നൽകും. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും എന്ന് യേശു പത്രോസിനോട് പറഞ്ഞു. പത്രോസിന്റെ പിൻഗാമികളായ മെത്രാന്മാരിലൂടെയും വൈദികരുടെയും എല്ലാം ഇന്നും സഭയില് ഈ അധികാരം സഭയിൽ തുടരുകയാണ്. പരിശുദ്ധാത്മാവിന്റെ എല്ലാവിധ വരദാനങ്ങളെ കത്തിജ്വലിക്കുവാനുള്ള മാർഗമാണ് കുമ്പസാരം എന്ന കൂദാശ. അതിശക്തമായ ആത്മീയ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരുന്ന
ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരനെ ഈയിടെ കാണുവാനിടയായി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് ഈ ആത്മീയ കൃപാവരങ്ങളെല്ലാം സഹോദരന് ലഭിച്ചതെന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അനുതാപത്തോടുകൂടി ഒരു കുമ്പസാരത്തിൽ നിന്നാണ് ഈ കൃപാവരങ്ങളെല്ലാം എനിക്ക് ലഭിച്ചത് എന്ന്. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ ലഭിക്കുവാനുള്ള മാർഗമാണ് ഈ കൂദാശ. വചന ശുശ്രൂഷ അഭിഷേകത്തോട് ചെയ്യുന്ന ഒരു സഹോദരിയെ കാണാനായിട്ട് ഇടയായി. ഈ സഹോദരി എന്നോട് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു സഹോദരിയായിരുന്നു. സിസ്റ്റർ, എൻ്റെ പേരിന് 2 അക്ഷരമാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. സിസ്റ്റർ എന്നെ അറിയുകയില്ലേ, എന്നെക്കുറിച്ച് കേട്ടിട്ടില്ലേ എന്നെല്ലാം എന്നോട് ചോദിച്ചു. എൻ്റെ പേരിന് 2 അക്ഷരം. ഞാൻ ചോദിച്ചു, പേരെന്തായിരുന്നു? അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ പേര് വേശ്യ എന്നായിരുന്നു. വീണ്ടും ആ സഹോദരി സ്വന്തം ജീവിതകഥ എന്നോട് പറയുകയായിരുന്നു. ഒരു പരസ്യ വേശ്യയായ ഞാൻ യാദൃച്ഛികമായി ഒരു ധ്യാന സെന്ററിന്റെ മുൻപിലൂടെ കടന്നു പോകാനായി ഇടയായി. ഞാൻ ധ്യാന സെന്ററിൽ കയറിയില്ല, പക്ഷേ ആ വഴിയെ കടന്നു പോയപ്പോൾ വെറുതെ ഒന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ടത്, ആ സഹോദരി പറഞ്ഞു, അപ്പോൾ ആ മകൾ കണ്ടത് അവിടെ മുകളിൽ സ്ഥാപിച്ചിരുന്ന ക്രൂശിത രൂപമായിരുന്നു ആ മകൾ കണ്ടത്. ആ മകൾ ആ ക്രൂശിത രൂപത്തിൽ നിന്നും രക്തം ഒഴുകി വരുന്നതായിട്ട് ഈ മകൾ കാണുകയുണ്ടായി. ആ ക്രൂശിത രൂപത്തിന്റെ കൈകൾ ഈ മകളെ മാടി വിളിക്കുന്ന ഒരു അനുഭവം ഇവൾക്കുണ്ടായി. ഇവളുടെ ഹൃദയത്തിൽ എന്തോ ഒരു ചലനം സംഭവിച്ചുള്ള ഒരു അനുഭവം. അതുകൊണ്ട് ഈ മകൾ തീരുമാനിച്ചു, ഏതായാലും ഈ ധ്യാന സെന്ററിൽ വന്ന് ഒരു ധ്യാനം കൂടുക തന്നെ എന്ന്. അങ്ങനെ ആ മകൾ ആ ധ്യാന സെന്ററിൽ ധ്യാനിക്കുവാനായി പോയി. ധ്യാനത്തിന്റെ കുമ്പസാരത്തിന്റെ ദിവസം തൻ്റെ പാപത്തെക്കുറിച്ചെല്ലാം പശ്ചാത്തപിച്ച് കുമ്പസാരിക്കാനായിട്ട് ഈ സഹോദരി ഒരു വൈദികന്റെ മുമ്പിൽ മുട്ടുകുത്തി. ആ മകൾ പറയുകയായിരുന്നു, കുമ്പസാരിക്കാനായിട്ട് ഞാൻ വൈദികന്റെ മുൻപിൽ മുട്ടുകുത്തിയപ്പോൾ ഞാൻ വൈദികനെ കണ്ടില്ല. ഞാൻ കണ്ടത് യാക്കോബിന്റെ കിണറ്റിനരികെ സമറായ സ്ത്രീയെ കാത്തുനിന്ന യേശുവിനെയായിരുന്നു ഞാൻ കണ്ടത്. എനിക്ക് വൈദികനെ കാണാൻ കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ എല്ലാ പാപങ്ങളും മനസ്താപപൂർവം ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചു. ആ കുമ്പസാരം എന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റിയെന്ന് ആ മകൾ പറയുകയുണ്ടായി. ഈ മകൾക്ക് ലഭിച്ച വലിയ ശക്തമായ അഭിഷേകം കണ്ട് പിന്നീട് അവിടെ ധ്യാനത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള വൈദികർ ഈ മകളെ സാക്ഷ്യം പറയുവാനും അവർ ധ്യാനിപ്പിക്കാൻ പോകുന്നിടത്തെല്ലാം ഈ മകളെ സാക്ഷ്യം പറയുവാനായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചുറ്റി സഞ്ചരിക്കാൻ ഇടയായി എന്ന് ആ മകൾ പറഞ്ഞു കേൾക്കാനിടയായി. പാപിയെ വിശുദ്ധനാക്കി തീർക്കുന്ന കൂദാശയാണ് കുമ്പസാരം എന്ന കൂദാശ. വചന ശുശ്രൂഷ ശ്രദ്ധേയമായ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അകത്തോലിക്കയായ ആഗ്നസ് സ്റ്റാൻഫോർഡ് ഒരിക്കൽ പറയുകയുണ്ടായി, കത്തോലിക്കരുടെ ഇടയിൽ നിലവിലുള്ള കുമ്പസാരം എന്ന കൂദാശ ഞരമ്പു രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് എന്നാണ് ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഒരു സുഖത്തിന്റെ പ്രേരണയാൽ കുമ്പസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ആത്മീയ കൃപാവരങ്ങളെക്കുറിച്ച് വിവരിക്കുവാൻ വാക്കുകളില്ല എന്ന്. അതെ, ആത്മീയ കൃപാവരങ്ങളുടെ കലവറയാണ് ഈ കൂദാശ. മനസ്താപൂർവം നാം കുമ്പസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മകനും മകളുമായി തീർന്നുകൊണ്ട് ദൈവഛായ, നഷ്ടപ്പെട്ടു പോയ ദൈവഛായ നമുക്ക് ലഭിക്കുന്നു. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിനെങ്ങനെ മാറ്റം സംഭവിച്ചു, സിയോന്റെ അമൂല്യരായ മക്കൾ
തങ്ങളുടെ തൂക്കത്തിനൊപ്പം വിലയുള്ളവർ മൺപാത്രങ്ങൾ പോലെ ഗണിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് വിലാപത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നു. അതെ, നഷ്ടപ്പെട്ട ശോഭ, നഷ്ടപ്പെട്ട പ്രസാദവരം വീണ്ടെടുക്കുവാൻ കുമ്പസാരത്തിലൂടെ കർത്താവ് നമ്മിൽ വൻ കൃപകൾ ചൊരിയുന്നു. ഒരു ബാങ്കിലെ കാഷ്യർ, അദ്ദേഹം പ്രഭാതത്തിൽ എഴുന്നേറ്റ് ക്ലീൻ ഒന്നും ചെയ്യാതെ ബാങ്കിൽ പോയിരുന്നു. നമ്മളൊരു 10 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. രൂപ എടുക്കാനായിട്ട് നമ്മൾ ബാങ്കിൽ ചെന്നു. അദ്ദേഹം നമ്മുടെ 10 ലക്ഷം രൂപ എടുത്ത് നമ്മുടെ കയ്യിൽ തന്നു. ഈ രൂപയ്ക്ക് ഒരു കേടും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം ക്ലീൻ ചെയ്തില്ല എന്ന് വാസ്തവം തന്നെ. പക്ഷേ നമുക്ക് തന്ന രൂപയ്ക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. നാം കുമ്പസാരിക്കുന്ന വൈദികൻ പുണ്യമുള്ള വ്യക്തിയാണോ പുണ്യമില്ലാത്ത വ്യക്തിയാണോ എന്നൊന്നും നാം ടെസ്റ്റ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. ദൈവകൃപയുടെ കാര്യസ്ഥന്മാരായി ദൈവമാണ് വൈദികരെ നിയമിച്ചാക്കിയിരിക്കുന്നത്. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 5-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു, അഹറോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുന്നവരല്ലാതെ ആരും സ്വയമേവ ഈ ബഹുമാനം ഏറ്റെടുക്കുകയല്ല. അഹറോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുന്നവരല്ലാതെ ആരും സ്വയമേവ ഈ ബഹുമാനം ഏറ്റെടുക്കുകയല്ല എന്ന് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 5-ാം അധ്യായം 4-ാം തിരുവചനത്തിലൂടെ കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നു. ദൈവമാണ് അവരെ നിയോഗിച്ചാക്കിയിരിക്കുന്നത്. ദൈവകൃപയുടെ കാര്യസ്ഥന്മാരാക്കി ദൈവമാണ് നമുക്കായി നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആനുകൂല്യമാണ് ഈ കൂദാശ. സ്വർണവും വെള്ളിയും ഒരിടത്ത് കൂട്ടിവെച്ചിരിക്കുന്നു. സൗജന്യമായി ആർക്ക് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ മുൻപേ എന്ന ഭാവത്തില് സൗജന്യമായി സ്വർണവും വെള്ളിയും കൈവശമാക്കാൻ നാം ഓടിച്ചെല്ലുകയില്ലേ? കുമ്പസാരം എന്ന കൂദാശയിലൂടെ വലിയ ആത്മീയ കൃപാവരങ്ങൾ നൽകുവാനായി ദൈവം കാത്തിരിക്കുന്നു. വേണമെങ്കിൽ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ അതിൽ നിന്ന് വലിയ ആത്മീയ കൃപാവരങ്ങൾ കൊയ്തെടുക്കുവാൻ നമുക്ക് കഴിയും. സോപ്പിന്റെ പരസ്യം കണ്ടതിന്റെ പേരിൽ ശരീരത്തിലെ ചെളി പോകുകയില്ല. ശരീരത്തിലെ ചെളി പോകണമെങ്കിൽ സോപ്പ് വാങ്ങിച്ച് തേച്ച് കുളിക്കണം. ആത്മീയ കൃപാവരങ്ങൾ വേണമെങ്കിൽ അനുതാപൂർവം കുമ്പസാരിക്കുമ്പോൾ ഈ വലിയ ആത്മീയ ഭണ്ഡാകാരം നമുക്കും ലഭിക്കും. വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്നു, നരക കവാടത്തിൽ ഒരു കുമ്പസാരക്കൂട് വെക്കുകയാണെങ്കിൽ നരകത്തിൽ പോകുവാൻ ആരെയും കിട്ടുകയില്ല എന്ന്. കുമ്പസാരക്കൂട് കരുണയുടെ കൂടാരമാണ്. MD വാസുദേവൻ നായർ വാരണാസി എന്ന പുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അമ്പലങ്ങളിൽ ഒരു കുമ്പസാരക്കൂട് വെക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഏറ്റുപറയുവാൻ ഒരിടം. ഫ്യൂസ് പോയാൽ കറണ്ട് കിട്ടുകയില്ല. ദൈവവുമായി വിച്ഛേദിക്കപ്പെട്ട ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള മാർഗമാണ് ഈ കൂദാശ. ഒരിക്കൽ 50 വയസ്സുള്ള ഒരു സഹോദരൻ ധ്യാനിക്കുവാനായി വന്നു. ധ്യാനത്തിന് ശേഷം അദ്ദേഹം പറയുകയുണ്ടായി, ആദ്യ കുർബാന സ്വീകരിച്ചതിന് ശേഷം ഇന്നാൾ വരെ ഞാൻ കുമ്പസാരിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഈ ധ്യാനത്തിൽ ഞാൻ കുമ്പസാരിച്ചു കഴിഞ്ഞപ്പോൾ 50 കിലോ ഭാരം എൻ്റെ തലയിൽ നിന്നും ഇറങ്ങിപ്പോയ അനുഭവമാണ് എനിക്കുണ്ടായതെന്ന് ആ സഹോദരൻ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്.
99 നീതിമാന്മാർക്ക് ഉപരിയായി അനുദപിക്കുന്ന ഒരു പാപിയിൽ സ്വർഗം സന്തോഷിക്കുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഒരിക്കൽ 3 മാലാഖമാരെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചു. ഭൂമിയിൽ കാണുന്ന ഏറ്റവും വിശിഷ്ടമായ വസ്തു സംഭരിച്ചുകൊണ്ട് പോരാനാണ്. ഭൂമിയിലെ ഏറ്റവും വിശിഷ്ടമായ വസ്തു സംഭരിച്ച് തിരികെ സ്വർഗത്തിൽ വരാൻ പറഞ്ഞാണ് മാലാഖമാരെ ഭൂമിയിലേക്ക് അയച്ചത്. ഒരു മാലാഖ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് മരണമടഞ്ഞ ഒരു ജവാന്റെ ഒരു തുള്ളി രക്തം ശേഖരിച്ചു. മറ്റൊരു മാലാഖ കഠിനാധ്വാനം ചെയ്ത ഒരു സഹോദരന്റെ ഒരു തുള്ളി വിയർപ്പ് ശേഖരിച്ചു. മറ്റൊരു മാലാഖ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന ഒരു അനുതാപിയുടെ ഒരു തുള്ളി കണ്ണുനീർ ശേഖരിച്ചു. 3 പേരും തിരിച്ച് സ്വർഗത്തിലെത്തി. ദൈവമായ കർത്താവ് പറഞ്ഞു, പാപിയുടെ പശ്ചാത്താപത്തിൽ സ്വർഗം തിരിച്ചു വരവ്. സ്വർഗം സന്തോഷിക്കുന്നു. സ്വർഗം 1ാം സമ്മാനം നൽകിയത് പാപിയുടെ കണ്ണുനീരുമായി തിരിച്ചു ചെന്ന മാലാഖയ്ക്കാണ് സമ്മാനം കൊടുത്തത്. നാമും പശ്ചാത്തപിച്ച് കുമ്പസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. സെന്റ് ജെറോം ഒരിക്കൽ പുൽക്കൂട്ടിൽ യേശുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ, നീ എനിക്ക് എന്താ കൊണ്ടുവന്നിരിക്കുന്നത് ഈശോ ചോദിച്ചു. അപ്പോൾ സെന്റ് ജെറോം പറഞ്ഞു, ഞാൻ എൻ്റെ അറിവും കഴിവും പാണ്ഡിത്യവും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഈശോ പറഞ്ഞു, നിന്റെ അറിവും കഴിവും പാണ്ഡിത്യവും ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് നിന്റെ പാപം മതി. പാപികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. അതെ, യേശു നമ്മുടെ എല്ലാ പാപവും ക്ഷമിക്കുന്നവനാണ്. നമുക്കും ഈ കൂദാശയിലേക്ക് ഭക്തിപൂർവ്വം അണയാം. വലിയ ആത്മീയ കൃപാവരങ്ങൾ സ്വീകരിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് സൗജന്യദാനമായി നൽകിയ കുമ്പസാരം എന്ന കൂദാശ ഒരുക്കത്തോടുകൂടി മനസ്താപൂർവ്വം സ്വീകരിക്കുവാനും അങ്ങനെ ആത്മീയ കൃപാവരങ്ങൾ കൊണ്ട് ഞങ്ങൾ നിറയുവാനും അങ്ങേക്ക് ഇഷ്ടപ്പെട്ട മക്കളായി ഞങ്ങൾ ജീവിക്കുവാനും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാനും കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കുമ്പസാരം എന്ന കൂദാശയുടെ മഹത്വം ഞങ്ങൾ കൂടുതലായി ഗ്രഹിക്കുവാനും അങ്ങനെ ഞങ്ങൾ ജീവിതത്തിൽ വിശുദ്ധി നിറഞ്ഞ ജീവിതം നയിക്കുവാൻ കർത്താവെ അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അനുദിന വിശുദ്ധർ. ഡിസംബർ 26 പ്രഥമ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫൻ. പെന്തക്കുസ്തയ്ക്ക് ശേഷം ഡീക്കന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ട 7 പേരിൽ ഒരാളായിരുന്നു എസ്തപ്പാനോസ് എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ സ്റ്റീഫൻ. കൃപാവരവും ഭക്തിയും നിറഞ്ഞിരുന്ന ഈ വിശുദ്ധന്റെ ജ്ഞാനം നിറഞ്ഞ പ്രഭാഷണത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ യഹൂദ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ വിശുദ്ധനെ നഗരത്തിനു വെളിയിൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊന്നു. തന്നെ കല്ലെറിയുമ്പോഴും, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ചുമത്തരുതേ എന്ന പ്രാർത്ഥനയോടെ അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. കർത്താവിന്റെ മാതൃക സ്വന്തം ജീവിതത്തിൽ പകർത്തിയ വിശുദ്ധ സ്റ്റീഫ മറ്റുള്ളവർ ഞങ്ങളെ ദ്രോഹിക്കുമ്പോഴും സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവർക്കു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനുള്ള ശക്തിക്കായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ജൂബിലികളുടെ നിറവിലൂടെ കടന്നു പോകുന്ന ഇടയൻ തന്റെ പൗരോഹിത്യ ജീവിതത്തിലെ ദൈവാനുഭവങ്ങളും അജപാലന രംഗത്തെ കാഴ്ചപ്പാടുകളും ആർച്ച് ബിഷപ്പ് മാർ ജോർജ് വലിയമറ്റം ഷാലോം TV പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നു. ഇടയ ശബ്ദം ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ രാത്രി 7:30. നിങ്ങളുടെ സ്വപ്നങ്ങൾ അസ്തമിക്കുമ്പോൾ ഇവിടെ പ്രതീക്ഷയുടെ തിരിതെളിയുന്നു. നിങ്ങളുടെ കണ്ണീർ വീണ പ്രാർത്ഥനകൾക്ക് ഇവിടെ ഉത്തരം ലഭിക്കുന്നു. ഇത് അത്ഭുതങ്ങളുടെ രാത്രി.